ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയും കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മിറാജ് നോമ്പിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വയ്ക്കണ പോലെ നോമ്പൊക്കെ നോറ്റി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തൊന്ന് അപ്ലോഡാക്കാൻ വയ്യാത്ത കാരണമാണ് കേട്ടോ അങ്ങനെ വൈകിയത്. കാരണം ചില സമയത്ത് സൗണ്ട് തീരെ ഉണ്ടാവില്ല, ഈ ജലദോഷവും കഫക്കെട്ടൊക്കെ വന്നിട്ടേ ആകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കി, പിന്നെ അതുപോലെ ഇന്നലത്തെ മീൻ കറി ഇരുന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത്, പിന്നെ ഉച്ചക്കൊക്കെ അതുപോലെ ആ മീൻ കറിക്ക് കുറച്ച് ചോറും ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എനിക്കും മോനിക്കും ഇന്ന് നോമ്പുണ്ടായിരുന്നത്, അക്കാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ചോറും വെച്ച് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഇത് ഞാൻ കറി ഉണ്ടാക്കിങ്ങാണ്ട് അതുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മതിയല്ലോ എന്ന് അറിഞ്ഞിട്ടോ, ആ കറി ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഇതവിടെ ഇരുന്ന്, അല്ലെങ്കിൽ ആ നേരത്തെ ഇതാണ്ട് വെക്കൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ മടിച്ചവിടെ വെച്ചിട്ടോ. പിന്നെ അസറിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏതായാലും അടുക്കളയൊക്കെ ഇറങ്ങുമ്പോൾ അല്ലേതും ഒപ്പത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് 5-6 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കോഴിമുട്ട ഉണ്ടായിരുന്നു, കൈ കൊണ്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് കഴുകി കൊടുത്തപ്പോൾ അവിടെ പൊട്ടിപ്പോയിട്ടോ. അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ ഉള്ളിയും തക്കാളിയും അതുപോലെ ഉരുളങ്കിഴങ്ങൊക്കെ ഇട്ട് കണ്ടാണ് വെക്കുകയാണ്. അപ്പോൾ പകുതി എടുത്ത് കണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ എത്ര നേരം വൈകിയാലും ധൃതിയിലാണ്ട് നോക്കാം. ഞാൻ കുറച്ച് എണ്ണക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നുണ്ട്. മോനക്ക് നോമ്പുള്ള കാരണം പിന്നെ എന്തെങ്കിലും ഒരു കടി ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാരം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ എന്തെങ്കിലുമൊക്കെ അടുത്ത് നിങ്ങാണ്ടാണ്ട് ഉപ്പിക്കൂട്ടാ. ഇനിയിപ്പോൾ ഈ കടി ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല. മക്കൾക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അവർക്ക് ഒരു സന്തോഷമാവുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിരുന്ന ഇനി പത്തിരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പത്തിരിക്ക് പാക്കറ്റ് പൊടിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി ഉണക്കിയതും അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇട്ട്, അപ്പോൾ കുറച്ച് കഴിക്കണം കഴുകി ഉണക്കലും ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പാക്കറ്റ് പൊടി തന്നെയാണ് ഇപ്പോൾ വാങ്ങൽ. പിന്നെ മോള് കണ്ടില്ലേ അവിടെ എന്തൊക്കെയോ പാത്രം വെച്ചിട്ട് കാട്ടിയിരുന്നു. പിന്നെ പൈപ്പിൻ്റെ അടുക്ക് വന്നിട്ട് ഫുള്ള് പാത്രം കഴുകലും ഇതൊക്കെ ചെയ്യുന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് ആട്ടി പറഞ്ഞയക്കുന്നുണ്ട് ഇത് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിതാ അടുപ്പത്ത് ഗ്യാസിന്മേ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരിക്കുള്ള. പിന്നെ ചിക്കനൊക്കെ ഞാൻ അടുപ്പത്ത് എളുപ്പം റെഡിയാക്കിയിട്ടാണ്. എൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടേക്കുള്ള പൊടികളൊക്കെ റെഡിയാക്കിയിട്ട് കണ്ട് വേവുള്ള ചിക്കനാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ 5-8 വിസിലാണ്ട് അടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് വെച്ചിട്ട്. ഇന്നത്തെ പാക്കറ്റ് പൊടി ഞാനിതാ 1 കിലോൻ്റെ പാക്കറ്റ് പൊടി ഉണ്ട്. അപ്പോൾ ഇന്ന് പകുതിൻ്റെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്ര ഉണ്ടാകും. ഞാൻ അളവ് ഇത് നമുക്കറിയാമല്ലോ 1 കിലോന് എത്രയെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ നായി കണക്കാക്കി എടുക്കുന്നത് അതൊരു തള്ള കയ്യിലുണ്ടല്ലോ, ഒരു വലിയ കയ്യിലുണ്ടല്ലോ, അതിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരു 2 തള്ളക്കയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നായി പൊടിക്ക് ആണ് കേട്ടോ 2 ഒഴിച്ചിൽ. അപ്പോൾ ഞാനൊരു അരിയും കൂടി കൂടുതൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ളതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ എപ്പോഴും കുറച്ച് കൂടുതലായി വെച്ച് കൊടുക്കണം. ചില പൊടികൾ പശുള്ളതാവുമ്പോൾ എല്ലാം കണ്ട് വെള്ളം പോലെ കണ്ട് ഒട്ടി പിടിച്ച് കാണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പൊടിയിട്ട് കൊടുക്കണം. അപ്പോൾ എപ്പോൾ പത്തിരി ഉണ്ടാക്കിയാലോ ഉഷാറായി കിട്ടും. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് തന്നെ അതിലേക്കുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂണും ഇതൊക്കെ ഒഴിച്ചെടുത്താൽ മതി. എന്താണ് ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചെടുത്താൽ മതി വെള്ളം തിളക്കണ സമയത്ത് ഇട്ടാൽ പത്തിരി. ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്, വാട്ടാനും അറിയുന്നതാണ്. എന്നാലും നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ചിലവർക്ക് അറിയാത്തവരുണ്ടാവും, എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ട്, പത്തിരി വാട്ടുമ്പോൾ അത്യാവശ്യം കൊണ്ട് വേവണം, എന്നാലേ നല്ല പത്തിരിയൊക്കെ ഉഷാറായിട്ടുണ്ട് കിട്ടുള്ളൂ. അപ്പോൾ റേക്കൊക്കെ നന്നായി തോത്തിയിട്ട് ഉടച്ചിട്ടുകാണ്ട് ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രത്തിലിട്ടൊന്നും ചാമ്പിയാലൊന്നും ഉഷാറായി കിട്ടൂല. അപ്പോൾ നമുക്ക് ഈ റേക്കം ഇട്ടിട്ടുണ്ട് നിന്നുകാണ്ട് ചാമ്പിയിട്ടുണ്ടെങ്കിലാണ് കേട്ടോ ഉഷാറായി കിട്ടുള്ളൂ. അപ്പോൾ ആ ചൂടോട് കൂടി നല്ലണ്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ എൻ്റെ മോള് വണ്ടി വന്നിട്ടാ. പത്തിരി പണി ഉണ്ട് കണ്ടാൽ പിന്നെ ഓള് വരും, ഞാൻ അമർത്തിത്തരം വെച്ച് ഞാൻ അമർത്തിത്തരാ പറഞ്ഞിട്ട്. അപ്പോൾ വലുതായാലും ഇപ്പം എനിക്ക് ഈ പണിയൊക്കെ എടുത്തു തരാൻ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അയ്യാന്ന് തന്നെ ഇങ്ങാണ്ട് ഓടും എന്നൊക്കെ പറയുന്നുണ്ട് ഓളോട്. അപ്പോൾ ഓളറിയണ്ടേ ഞാൻ തന്നെയാണ് അമർത്തുക എന്ന് അറിയണ്ട. അപ്പോൾ അമർത്താൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ അമർത്തിയത് ഇവിടെ എന്താ വലിപ്പം
നമ്മളെ വെട്ടിൻ്റെ അത്ര ഉള്ളൂ കേട്ടോ വലിപ്പം. പക്ഷെ വല്ലാതെ കണ്ട് അമരുന്നൊന്നുമില്ല. അപ്പോൾ ഇജ അമർത്തണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓള അമർത്തണോണ്ട് ഞാൻ പരത്തി കുറച്ചൊക്കെ കഴിക്കണം. അപ്പോൾ കല്ല് വെച്ചിങ്ങാണ്ട് എൻ്റെ മോനോട് പറഞ്ഞ് അതാണ്ട് ചുട്ടിടൂന്ന് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ തീരുമല്ലോ. നമ്മളെ പത്തിരി പണിക്ക് കുറച്ച് ആളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോമ്പ് പറ്റുമ്പോൾ പിന്നെ എന്തോ നല്ലൊരു ഭാഗ്യത്തിന് തലവേദനയൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സുഖം കേട്ടോ. പിന്നെ തൊണ്ടക്കുള്ള പ്രശ്നമാണ്. നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിലൊക്കെ തൊണ്ട ഭയങ്കര വേദന ആയിട്ട് ഇങ്ങനെ മൂക്കടഞ്ഞിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മോൾക്ക് പിന്നെ നമ്മൾ ഈ നോമ്പ് കഴിഞ്ഞന്ന് രാത്രി ഭയങ്കര പനിയായി. ഇപ്പോൾ മോൾക്ക് കാണിച്ച് കഫക്കെട്ടും കുറുകലൊക്കെ ഇട്ട് മോൾക്ക് ഇപ്പോൾ പനിക്കിപ്പോൾ കുറച്ച് ആക്കുണ്ട്. എന്നാലും കഫക്കെട്ടും ഈ കുറുകലുണ്ട്, മാറിയിട്ടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാൻ പണിയാണല്ലോ. അപ്പോൾ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 5-6 വിസിലടിച്ചേക്കാണ്ട് ഓഫാക്കിയിട്ടിരിക്കണ്. പെട്ടെന്ന് തന്നെ ഞാൻ വലിയ തീ വെച്ചിങ്ങാണ്ട് തയ്യുന്നു. എന്നാലും എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ കുക്കറിന് ഓരോ ഇതിലാണ് ഈ വിസിലിൻ്റെ ഒക്കെ കാര്യം. അപ്പോൾ ഇതൊരു 6 വിസിലടിച്ചപ്പോൾ തന്നെ നല്ല ഉഷാറായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കല്ലുള്ള കാരണം തന്നെ പത്തിരി പോലെ ചുടലും പെട്ടെന്ന് തന്നെ തീരുട്ടാ. അപ്പോൾ ഇത് ചുടുന്നതിനനുസരിച്ച് ഞാൻ സ്പീഡിൽ പരത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എളുപ്പമുണ്ട് പത്തിരിപ്പണി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണക്കടി ഉണ്ടാക്കി തരേണ്ടിന്ന് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ഒരു ഉള്ളിയാണെങ്കിൽ എന്താണെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒരു എണ്ണക്കടി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അതിലും എനിക്ക്. അപ്പം ജ്യൂസൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് അടിക്കാനും ഞാൻ എന്താ വേണ്ടത് ഒന്നുമില്ലല്ലോ, ജ്യൂസ് അടിക്കണമെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി തരിക്കഞ്ഞും അതിക്കൊരു എണ്ണക്കടിയും വേണം എന്നുള്ളതിലാണ്. പിന്നെ ഒരു തണ്ണിമത്തൻ്റെ ഒരു കഷ്ണമൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്ന പത്തിരി ചുടൽ കഴിഞ്ഞതിന് ശേഷം എന്നാൽ അത് എന്തായാലും വാങ്ങിക്കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ ചുടുകയാണ്. അപ്പം ഞാൻ എളുപ്പം പത്തിരി ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓനിങ്ങനെ ചുടണ ഒന്നിങ്ങനെ വീഡിയോ കാണിച്ചാണ്. പിന്നെ മോളുണ്ടല്ലോ ഒഴിഞ്ഞ് പോവാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പത്തിരി പണി കണ്ടാൽ പിന്നെ തീരെ പോവില്ല. അപ്പോൾ ഓൾക്ക് തന്നെ ഞാനെടുത്തരാ പൊടി കളിക്കാനും. അപ്പോൾ പൊടി കളിക്കുന്നില്ല എനിക്കറിയാം. പത്തിരി പണി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയും നന്നായിട്ട് കൈയൊക്കെ കഴുകിയിട്ടാണ് വരാൻ എന്നിട്ട് നല്ല സോപ്പിട്ട് കൈയൊക്കെ കഴുകി കൊടുത്ത് റെഡിയാക്കി കൈയൊക്കെ തുടച്ചിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് അയക്കൂലെന്നറിയാം. പിന്നെ നന്നായിട്ട് സോപ്പും പൊടി ഇട്ട് ഉരച്ച് കേൾക്കുകയാണ് നമ്മളെ റേക്ക്. കാരണം എല്ലാതും ഇവിടെ ചെയ്യണതല്ലേ. അപ്പോൾ അത് എനിക്കാണെങ്കിൽ ഈ എന്തുണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. ഇതുപോലെ നിന്നിട്ട് ഇങ്ങനെ ഈ റേക്കുമ്പോൾ ഇങ്ങനെ പരത്തുക ചാമ്പോ അതൊക്കെ ചെയ്താൽ എൻ്റെ പണി എളുപ്പം നടക്കുള്ളൂ. ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ കണ്ടില്ലേ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം വെക്കണം എന്താണെന്നറിയാം. അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കിഴങ്ങൊക്കെ ഇങ്ങനെ വെന്തുടഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായിക്കണം. ഇതിൽ തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. അതിന് മുകളിലുണ്ട് ഇത് എണ്ണ ഇങ്ങനെ കൈ നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ ചിക്കനിൽ ഉണ്ടാവണ നെയ്യാണല്ലോ. ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ആദ്യമൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം. അതിലേക്ക് കുറച്ച് വലിയ ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയും കൂടി ഇട്ടുകൊണ്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങ വറുത്തരച്ച കറിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഈ പത്തിരി ആണെങ്കിലും അതുപോലെ പൊറോട്ട ഒക്കെ ആണെങ്കിലും മക്കൾക്ക് തേങ്ങ വറുത്തരച്ച കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാട്ടോ. അപ്പോൾ ഇനിയും പൊറോട്ടയ്ക്കൊക്കെ കോഴി മുളകിട്ടതാണെങ്കിലും കുട്ടികൾക്ക് അധികം കുഴപ്പമുണ്ടാവില്ല. ഈ പത്തിരിക്ക് കോഴി ഇങ്ങനെ മുളക് കറി വെച്ചാൽ രസമില്ല. അത് വേണ്ട കോഴിമുട്ടയാണെങ്കിലും കിഴങ്ങ് കറിയാണെങ്കിലും എന്തൊക്കെ തേങ്ങ വറുത്തരച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചപ്പാത്തിയും ഇതും കൂടി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ സമയമില്ല അത് വിചാരിച്ചിട്ട് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ല. ഈ പത്തിരി തന്നെ മതി. കാരണം ഞാൻ തരിക്കഞ്ഞി കുറച്ച് കൂടുതലാണ് കാച്ചി ചെയ്യുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിട്ടാ. അവരൊക്കെ കുടിക്കുമെങ്കിലും കൂടുതലും ഞാൻ കുടിക്കും. അവരൊക്കെ ഓരോ ഗ്ലാസ് ഇട്ടാ. എനിക്ക് ഇനി എത്ര തന്നാലും ഞാൻ കുടിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ തരിക്കഞ്ഞി. അപ്പം ഞാനത് കുറച്ച് കൂടുതലാണ്ട് കാച്ചി വെച്ചിരുന്നത്. അപ്പോൾ എനിക്കത് 2-3 ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഫുള്ളായിക്കണ്. അപ്പോൾ പിന്നെ കിടക്കാൻ നേരത്താണ് നമ്മൾ 2-3-4 പത്തിരി എടുത്ത് കഴിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ചുടുന്ന സമയത്ത് വിചാരിക്കും ഇത് തയ്യോ എന്നൊക്കെ വിചാരിച്ചിട്ടാ. പക്ഷേ ഇത് ഉണ്ടാക്കി വന്നപ്പോഴോ ഒരുപാടുണ്ടായിരുന്നു. 1 കിലോ പൊടിയല്ലേ ഞാൻ ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത് തണ്ണിമത്തൻ്റെ ഒരു കഷ്ണവും പോലെ സമൂസയും കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണക്കടി ഇന്ന് എന്തെങ്കിലും വാങ്ങിക്കോളിന്ന് പറഞ്ഞപ്പോൾ സമൂസയാണ് മതി തന്നെ കേട്ടോ മോന്. അപ്പോൾ എനിക്ക് സമൂസ കൊടുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ. മോളെ കടിച്ചിങ്ങാണ്ട് ഉണക്ക് കൊടുക്കൊക്കെ വെച്ചിട്ട്
കൊടുത്തിട്ടുണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഓൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ആവശ്യമില്ല, ഓൾക്ക് തന്നെ ഓരോ പണിയെടുക്കാനാണ് വരുന്നത് കേട്ടോ. ഞാൻ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്റ്റൂളിട്ട് കയറുകയാണ് അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട്. എനിക്കാണെങ്കിലോ സമാധാനമില്ല, ഗ്യാസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പേടിയല്ല, നമ്മൾ പെട്ടെന്നുള്ള പണിയെടുക്കലല്ലോ. ധൃതി പണിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ അയിമക്ക് മേതക്ക് തെറിക്കുക, എന്തെങ്കിലുമൊക്കെ അടുപ്പിൻ്റെ അടുത്ത് തെറിക്കുക വെച്ചിട്ട് പേടിയാണ് കേട്ടോ അടുപ്പത്ത് കാരണം. അപ്പം എന്നാൽ എന്തൊന്ന് തരാം ഞാൻ ഇത് ഒഴിഞ്ഞിച്ച് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തണ്ണിമത്തൻ്റെ കഷ്ണം കൊടുത്തിട്ടാ. എന്നിട്ട് വാളും കണ്ട് തന്നെ വരികയാണ്, ഇത് ഓരോന്ന് ചെയ്യുന്നിടത്ത് കണ്ട് വരികയാണ് കേട്ടോ. പ്രത്യേകിച്ച് അവൾക്ക് നോമ്പുള്ളത് നല്ല ഇഷ്ടമാണ്. നോമ്പ് ഇറക്കണ ആ ഒരു സമയം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാനൊക്കെ. അപ്പം നോമ്പുണ്ട എന്തൊക്കെ പറയുന്നുണ്ട്, നോമ്പ് എന്താണെന്ന് അറിയില്ലേനു, നോമ്പുണ്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾ. അപ്പം പിന്നെ നോമ്പറക്കാനാണ് ഇതൊക്കെ ഇനി ഉമ്മച്ചി ഉണ്ടാക്കണത്, ഒക്കെ നല്ലപോലെ അവിടെ പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലും വെള്ളം കൂടി എന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 2-3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലവർ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ സേമിയ ഇടൂല കേട്ടോ, തരിക്കഞ്ഞി കാച്ചുമ്പോൾ. അപ്പം ഞാൻ കുറച്ച് സേമിയ ഇടും, എനിക്ക് സേമിയ ഇടുന്നത് നല്ല ഇഷ്ടം കേട്ടോ. കുറച്ച് മാത്രം സേമിയ ഇടുള്ളൂ, കൂടുതൽ റവയാണ് ഇടുക. അപ്പോൾ ഞാനൊരു 5-6 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പാലും ഇതും കൂടി മിക്സാക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ലേശം സേമിയയും കൂടി ഇട്ട് കൊടുത്തിക്കണ്. ഇതാ തിളച്ചിട്ട് ഇത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉള്ളി അരിഞ്ഞങ്ങാണ്ട് തുമ്പിച്ചിങ്ങാണ്ട് അതും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സമൂസ കണ്ടില്ലേ, ഒരു മയങ്ങിങ്ങാണ്ടിട്ട, മയങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ചത്ത പോലെ എന്നറിയില്ലേ, അങ്ങനെ ഒരു സോഫ്റ്റ് ആയിങ്ങാണ്ടിട്ടോ. പക്ഷേ സമൂസ ഒക്കെ ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുക, പക്ഷേ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഇട്ട് ഈ സമൂസക്ക്. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തണ്ണിമത്തനൊക്കെ അത് മുറിച്ചിങ്ങാണ്ട് ഞാൻ പാത്രത്തിലാക്കുകയാണ് കേട്ടോ. ഏകദേശം നോമ്പറക്കാനയക്കണ്. അപ്പോൾ നമ്മൾ അസർക്കാണല്ലോ വന്നത്, അപ്പോൾ ഈ ഉള്ള സമയം കൊണ്ട് ഇതൊക്കെ ചെയ്തില്ല. അപ്പോൾ എണ്ണക്കടി ഒന്നും ഉണ്ടാക്കാൻ പിന്നെ സമയം ഉണ്ടായില്ല. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ജ്യൂസൊന്നും അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞും വെള്ളവും തരി കാച്ചിയതും തണ്ണിമത്തനും തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ടേബിളുമൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ മോളൊക്കെ അവിടെ റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ പത്തിരും ചിക്കനൊക്കെ കഴിക്കണമെന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.